തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള വണ്ടിയാണ്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് റിയർ എ സി ചെയ്യുന്നുണ്ട്, ആംറസ്റ്റ് ഉൾപ്പെടെ. അപ്പോൾ റിയർ എ സി നമ്മൾ മാത്രമാണ് നിലവിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലോങ്ങിൽ ഒരു റിയർ എ സി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. പിന്നീട് നമ്മളിതിനകത്ത് ഒരു കണക്ഷൻ ടൈൽ ലാമ്പ്, ബാക്ക് കണക്റ്റിംഗ് ടൈൽ ലാമ്പ് ചെയ്യുന്നുണ്ട്. അത് പ്ലഗ് ആൻഡ് പ്ലേ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്ത് ഒരു എല്ലയുടെ ബോർഡ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. കണക്റ്റിംഗ് ടൈൽ ലാമ്പ് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേയിൽ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു രീതിയിലുള്ള കണക്ഷൻസും ആവശ്യമില്ല. ജസ്റ്റ് ഇതിലുള്ളത് ഇളക്കിയിട്ട് നമ്മൾ ഈ പ്ലഗ് മാത്രം കൊടുത്തിട്ടാണ് തിരിച്ച് ക്ലിപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രോങ്സിൽ റിയർ എ സി ആക്ടിവേഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒറിജിനൽ ആംറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെയറുകളെല്ലാം ഒറിജിനൽ മാരുതിയുടെ ജെന്യുവൻ ആയിട്ടുള്ള സ്പെയറുകൾ ഉപയോഗിച്ചിട്ടാണ് റിയർ എ സി നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാഷ്ബോർഡിനകത്ത് പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ടോപ്പ് മോഡലിൻ്റെ സെയിം പൈപ്പിംഗ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ആംറസ്റ്റിലേക്ക് റിയർ എ സി ഇപ്പോൾ ആക്ടിവേഷൻ ചെയ്യുന്നത്. ഈ രീതിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള എ സി തന്നെ ഇതുപോലെ പുറകിലേക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഫ്രോങ്സ്